നമസ്കാരം. സനാതന വിശ്വാസപ്രകാരം അക്ഷയ തൃതീയ വർഷത്തിലെ ഏറ്റവും ശുഭകരമായ ദിവസമായി തന്നെ കരുതപ്പെടുന്നു. അബുജ് മുഹൂർത്തം അഥവാ സ്വയം സിദ്ധി മുഹൂർത്തങ്ങളിൽ ഒന്നാണ് അക്ഷയ തൃതീയ. ഈ നാളിൽ ഒരു കാര്യങ്ങൾക്കും ശുഭ സമയത്തിനായി നോക്കേണ്ടതില്ല. ഈ ദിവസം അതിനാൽ തന്നെ ഏതൊരു കാര്യവും വിജയം നൽകുകയും പൂർത്തീകരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ലക്ഷ്മി ദേവിയെയും കുബേരദേവനെയും ആരാധിക്കുവാനും അനുഗ്രഹം നേടുവാനും ഏറ്റവും ശുഭകരം തന്നെയാണ് ഈ ദിവസം. ഏപ്രിൽ 30 ഈ വർഷത്തെ അക്ഷയ തൃതീയ വരുന്നത്. ഈ ദിവസം സ്വർണം, വെള്ളി തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുന്നതും ശുഭകരം തന്നെയാകുന്നു. ജ്യോതിഷപരമായ പല പ്രത്യേകതകളും ഉള്ള ദിവസം തന്നെയാണ് ഇന്നേ ദിവസം. ശുഭഗ്രഹങ്ങളുടെ സംയോഗവും സ്ഥാനങ്ങളും അക്ഷയ തൃതീയയ്ക്ക് പല രാജയോഗങ്ങൾക്കും രൂപീകരണത്തിന് കാരണമായി തീരും. പ്രത്യേക രാശികളിൽ ജനിച്ചവർക്ക് ഈ സമയം വളരെയധികം ഐശ്വര്യം നൽകുന്ന തുടക്കമായി തന്നെ മാറാം. കൂടാതെ ഈ അക്ഷയ തൃതീയ നാളിൽ നിരവധിയാർന്ന രാജയോഗങ്ങൾ രൂപീകരിക്കുന്നുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഗജകേസരി യോഗവും ലക്ഷ്മി നാരായണ യോഗവും ഈ സമയം രൂപീകരിക്കുന്നതാണ്. കൂടാതെ അപൂർവ ഭാഗ്യങ്ങൾ നൽകുന്നതായ ഈ സമയം തീർച്ചയായും ഇരട്ടി സൗഭാഗ്യങ്ങൾ കൂടി നിങ്ങൾക്ക് നൽകും. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ സമയം ലഭിക്കുകയും ചെയ്യും. അക്ഷയ തൃതീയയ്ക്ക് ശുക്രൻ, രാഹു എന്നീ ഗ്രഹങ്ങൾ മീനം രാശിയിലാണ് സ്ഥിതി ചെയ്യുക. ഈ ഗ്രഹസ്ഥിതിയിൽ മാളവ്യ രാജയോഗം, ലക്ഷ്മി നാരായണ യോഗം, ചതുർഗ്രഹ യോഗം തുടങ്ങിയ ശുഭകരമായ യോഗങ്ങളും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം ചന്ദ്രൻ ഇടവം രാശിയിൽ വ്യാഴത്തോടൊപ്പം നിന്ന് ഗജകേസരി യോഗമാണ് സൃഷ്ടിക്കുക. കൂടാതെ രവി യോഗവും സർവാർത്ഥ സിദ്ധി യോഗവും രൂപം കൊള്ളുന്നുണ്ട്. അതിനാൽ തന്നെ ഈ അക്ഷയ തൃതീയയ്ക്ക് സൗഭാഗ്യം കൂടുതലായി നേടാൻ പോകുന്ന ചില രാശിക്കാരെ കുറിച്ച് മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാരാണ് ഇടവം രാശിയിൽ വരുന്നത്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ സമയം തന്നെയാണ് വന്നു ചേരുക. ഗൃഹസ്ഥാനപ്രകാരം ഇടവം രാശിക്കാർക്ക് ലക്ഷ്മി ദേവിയുടെയും സാക്ഷാൽ കുബേരദേവന്റെയും അനുഗ്രഹം ലഭിക്കുവാൻ യോഗം കടന്നു വരാം. ജീവിതത്തിൽ പല മേഖലകളിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. വളരെ കാലമായി ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്നതായ പല ജോലികളും ഈ സമയം പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ പ്രകടനങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. മറ്റുള്ളവരുടെ സ്വീകാര്യത, പ്രശംസ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല വിധത്തിലും നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാനും സാധിക്കും. അത് ഭാവിയിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായി ഭവിക്കാം. ജോലിയുമായി ബന്ധപ്പെട്ട് അവസരങ്ങൾ തേടിയെത്തുക, തന്മൂലം ജോലി മാറ്റം സംഭവിക്കുക അല്ലെങ്കിൽ ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് സംഭവിക്കാവുന്നതുമാണ്. വീട്, വാഹനം, ഭൂമി തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അനുകൂലമായി തീരാം. നിക്ഷേപങ്ങൾ നടത്തുവാനും അനുകൂലമായ ദിവസം തന്നെയാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ശുഭകരമായ ഫലങ്ങൾ തന്നെ നിങ്ങളെ ഈ സമയം തേടിയെത്താം. ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക, സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുക, പല വ്യക്തികളിൽ നിന്നും പ്രശംസ, അംഗീകാരങ്ങൾ തേടിയെത്തുക, പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അത് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് വന്നു ചേരുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ഈ സമയം പ്രധാനമായും മഹാലക്ഷ്മി ദേവിയെയും കുബേരദേവനെയും ആരാധിക്കുന്നതും ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ.
മിഥുനം രാശിക്കാരായ വ്യക്തികൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ അക്ഷയ തൃതീയ പൊതുഫലപ്രകാരം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. അസുലഭമായ നേട്ടങ്ങൾ, പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും അനുകൂലമാവുക, ഭാഗ്യം തുണയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അനുകൂലമായി തീരാം. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ തടസ്സങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ ഒഴിവായി പോകുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ലാഭം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം, ധനനേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് പല വിധത്തിലും നേട്ടങ്ങൾ വന്നു ചേരാം. തൊഴിലുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അനുകൂലമായി തീരും. തൊഴിൽ രഹിതരാണ് എങ്കിൽ ജോലിക്കുള്ള അവസരങ്ങൾ തേടിയെത്താം. താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. സാമ്പത്തിക പ്രയാസങ്ങൾ നിങ്ങളിൽ നിന്നും അകലും. ഈ സമയം സാമ്പത്തിക പ്രയാസങ്ങൾ, മറ്റ് ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതാണ്. ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടാം. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഈ സമയം ദാമ്പത്യ ജീവിതത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരാം. പിതാവുമായി ബന്ധപ്പെട്ടോ സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും നിങ്ങൾക്ക് പരിഹരിക്കുവാനും ബന്ധം ദൃഢമാക്കുവാനും സാധിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല ജോലികളും ശരിയായ രീതിയിൽ അല്ലെങ്കിൽ എപ്രകാരമാണോ തീർക്കേണ്ടത് അതേപോലെ തീർക്കുവാൻ സാധിക്കും. അതായത് മറ്റുള്ളവരുടെ വിമർശനങ്ങൾ കേൾക്കുവാൻ സാധിക്കാതെ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. പല വ്യക്തികളിൽ നിന്നും പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾക്കുള്ള കൂടുതൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുകയും ധനപരമായ നേട്ടങ്ങളിലേക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്ന സമയമാണ്. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ അക്ഷയ തൃതീയ അനുകൂലമായി തീരാം. പ്രത്യേകിച്ചും ഇവർക്ക് സൗഭാഗ്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ഇപ്രകാരം ധനം അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങളുടെ ലഗ്നഭാവത്തിലാണ് ഈ രാജയോഗങ്ങൾ രൂപം കൊള്ളാനായി പോകുന്നത്. തന്മൂലം വളരെയധികം നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്താം. വ്യക്തി ജീവിതത്തിലും ജോലി സംബന്ധമായും അനുകൂലമായ നേട്ടങ്ങൾക്കുള്ള സമയമാണ്. പുതിയ സ്ഥലം, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പലവിധ ആഗ്രഹങ്ങൾ ഉള്ളവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും ആഗ്രഹങ്ങൾ നടക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വളരെ കാലമായി ലഭിക്കാതിരിക്കുന്നതായ ധനം, പണം നിങ്ങളിലേക്ക് വന്നു ചേരാം. പുതിയ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. പുതിയ ജോലിക്കായുള്ള ശ്രമങ്ങൾ ഫലം കാണാം. അനുകൂലമായ സമയം തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. ആഗ്രഹങ്ങൾ നേടുക. കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ സ്ഥാനം നേടിയെടുക്കുവാൻ സാധിക്കുക. അത്തരത്തിൽ പല അപ്രതീക്ഷിതമായ കാര്യങ്ങളും തേടിയെത്താം. നേതൃഗുണം നിങ്ങൾക്ക് മെച്ചപ്പെടുത്തുവാൻ സാധിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരാം. അത് ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ചില കുറ്റപ്പെടുത്തലുകൾ, വിമർശനങ്ങൾ കേൾക്കേണ്ടതായി വരാം. എന്നാൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ ചെലവഴിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് വന്നു ചേരുക. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഈ സമയം ലഭിക്കുന്നതിനാൽ സന്തോഷത്തിനും ധനപരമായ നേട്ടങ്ങൾക്കും അഥവാ ധനപരമായ ഉയർച്ചയ്ക്കും അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാം. ഈ സമയം തീർച്ചയായും ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. അത് സഹായമാകാം, പ്രതീക്ഷിക്കുന്നതായ ധനമാകാം. ഇത്തരത്തിൽ പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ഈ സമയം ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. അത് നിങ്ങളുടെ പ്രവൃത്തികളിൽ
പ്രകടമാകും എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെയും കുബേരദേവനെയും ആരാധിച്ച് മുന്നോട്ടു പോകുന്നതും ഏറ്റവും ശുഭകരമാണ്.